എനിക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മന്തി സ്പോട്ടുകളിൽ ഒന്നാണിതാ. ഈ ഒരു റെസ്റ്റോറന്റ്. ഇവിടെ ഞാൻ എത്തിയത് ഏകദേശം ഉച്ചയ്ക്ക് ഒരു 1:15, 1:30 ആ ഒരു സമയത്താ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ കേരളത്തിൽ ബീഫ് മന്തി കിട്ടുന്ന ഒരു സ്പോട്ട് കൂടിയാണിത്. ചിക്കൻ മന്തിയെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. പക്ഷേ ഞാനിവിടുന്ന് അധികം ഓർഡർ ചെയ്യാറുള്ളത് ഇതാ ഈ കാണുന്ന ബീഫ് മന്തി തന്നെയാണ്. സാധാരണ മന്തി റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കുന്ന മന്തി റൈസിന്റെ ഫ്ലേവറിനേക്കാളും എന്തോ ഒരു ചെറിയ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു യുണീക്നെസ് എന്തായാലും ഉണ്ട് കേട്ടോ ഇവിടുത്തെ മന്തി റൈസിന്റെ ഫ്ലേവറിന്. പിന്നെ ബീഫ് അതിൻ്റെ പുറത്തെ ലെയർ കുറച്ചൊരു റഫ് ടെക്സ്ചർ പോലെയാണ്. പക്ഷേ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആട്ടോ സാധനം. ബീഫും ആ മന്തി റൈസും നമ്മളെ വിരലുകൾ കൊണ്ട് ഇങ്ങനെ കുറച്ച് തലോടി കളിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ. ബീഫിൻ്റെ പുറത്തുള്ള ആ ഒരു ഡ്രൈ ടെക്സ്ചറും അതിൻ്റെ അകത്തുള്ളൊരു ജ്യൂസിനെസ്സും ഉണ്ട്. ഉഫ്, അത് രണ്ടും കൂടി ഇങ്ങനെ നമ്മളിങ്ങനെ വായിലേക്ക് ഇട്ട് കഴിക്കുമ്പോൾ വരുന്ന ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സാധാരണ ഞാൻ കഴിച്ചിട്ടുള്ള മിക്ക മന്തി റെസ്റ്റോറൻറ്റ്സിലെ മന്തി റൈസിനൊരു ലൈറ്റ് യെല്ലോ കളറിലുണ്ടാവും. ഇതിനങ്ങനെ യെല്ലോ കളറല്ല, ഒരു വാം ടോൺ പറയില്ലേ, ഏകദേശം ആ ഒരു കളറേനു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാട്ടോ ഇവിടുത്തെ മന്തി റൈസും ഇവിടുത്തെ ബീഫും എല്ലാം. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ കോഴിക്കോട് ഗുജറീൻ്റെ എല്ലാം അടുത്തുള്ള ദാ ഈ കാണുന്ന മന്തി ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്പോട്ടാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ സ്പോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് അത് കഴിച്ചിറങ്ങി പിന്നെ മലാപ്പറമ്പ് നമ്മളെ സുരേഷ് കൂൾബാർ പോയിട്ട് 2 ഷേക്കും കുടിച്ചേ. എന്നിട്ട് ഞാൻ നേരെ പോയത് ചെറിയൊരു പരിപാടിയിൽ പങ്കെടുക്കാനാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് എന്നുള്ള വ്യാജേന അവിടുത്തെ ഫുഡ് അടിക്കാനാണ്. പരിപാടി അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ക്യൂവിൻ്റെ നീളം കൂടി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഞാൻ പിന്നെ പരിപാടിക്ക് പോകാണ്ട് ഒരു പ്ലേറ്റും എടുത്തിട്ട് ആ ക്യൂവിൽ പോയിട്ട് അവിടെ നിന്ന് എന്നിട്ട് ഒരു വെള്ളയപ്പം വാങ്ങിച്ച്, ഒരു നെയ്പ്പത്തൽ വാങ്ങിച്ച്, കുറച്ച് ബിരിയാണി റൈസ് വാങ്ങിച്ച്, 2 ചിക്കൻ്റെ പീസ് എടുത്ത് ബിരിയാണീൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള, പിന്നെ കുറച്ച് ചിക്കൻ്റെ ഗ്രേവി ഐറ്റം വാങ്ങിച്ച്, ഒരു പീസ് ഫ്രൈഡ് ചിക്കൻ എടുത്ത്, ലേശം ബീഫിൻ്റെ ആ ഐറ്റം എടുത്ത്, ഒരു പൊരിച്ച മീൻ വാങ്ങിച്ചിട്ട് ഒരു സൈഡിലവിടെ പോയിരുന്നേ. എന്നിട്ട് കഴിക്കാൻ തുടങ്ങി. വിശപ്പിൻ്റെ അസുഖം ഞാൻ പരമാവധി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അത് ഈയിടെയായിട്ട് കുറച്ച് കൂടി വരുന്നുണ്ടോയെന്നൊരു സംശയമില്ല. അതില്ല കേട്ടോ. അല്ലെങ്കിലും 1:45 മന്തി കഴിച്ചാൽ എനിക്ക് 4:30 ആകുമ്പോൾ ഇത്ര വിശക്കാൻ പാടില്ലല്ലോ. അല്ല അടക്ക് അതിൻ്റെ ഇടയ്ക്ക് 2 ഷേക്കും കുടിച്ചില്ലേനു അല്ലേ? പിന്നെന്തിട്ടാ അവൾ ഇങ്ങനെ വിശക്കുന്നത്? ഇനി മഴക്കാലമായിട്ടാ വിളി? പക്ഷെ മഴ പെയ്യുന്നൊന്നുമില്ലല്ലോ. ഇനി മഴക്കാലമായിട്ട് മഴ പെയ്യായിട്ടാ വിളി? ഈ ഗ്ലോബൽ വാർമിങ്ങും ഇൻഡസ് വാലി സിവിലൈസേഷനും നടന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. കംപ്ലീറ്റ് ആ ബാലൻസ് എല്ലാം അങ്ങോട്ട് തെറ്റിപ്പോവും. പക്ഷെ എന്തൊക്കെ പറഞ്ഞല്ലോ, ആ മീൻ അടിപൊളിയായിരുന്നു, ബീഫും അടിപൊളിയായിരുന്നു കേട്ടോ. ബിരിയാണി ഒരു ആവറേജ് മാത്രമായിരുന്നു. ഫ്രൈഡ് ചിക്കൻ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ആ വൃത്തികെട്ട ഒരു എണ്ണേൻ്റെ ചുഴയടിക്കുമല്ലോ ഫ്രൈഡ് ചിക്കനിൽ ചിലപ്പോൾ, അതൊന്നും ഉണ്ടായില്ല കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻ പൊരിച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പിന്നെ ബീഫ്. അങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയേ ലാൻഡ് ക്രൂസർ നോക്കിയായിട്ട് നിങ്ങൾ. ഒരു മാമത്ത് തന്നെ അല്ലേ, എപ്പം എടുക്കണേനപ്പോൾ ഈ വണ്ടി ഒരിക്കുക. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് വീണ്ടും നമ്മളെ സുരേഷ് കുൾബാർ പോയിട്ട് ഒരു ഷേക്കും കൂടെ കുടിച്ചിട്ടാണ് പോയത്. ഇത് സ്ഥലം തലശ്ശേരിയാണേ. തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഈടി ഒന്ന് നിർത്തിയിന്. ഇത് തലശ്ശേരി ഏകദേശം നമ്മളെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു സ്പോട്ടാണ്. ഷെയ്ക്ക് മാത്രം കിട്ടുന്ന ഒരു സ്പോട്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ കുറച്ച് സ്നാക്സും ഇങ്ങനത്തെ റാപ്സും സാൻഡ്വിച്ചസും പിന്നെ ബർഗേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. ബഡ്ജറ്റ് റേറ്റിനാണ് എല്ലാം ഉള്ളത്. 100, 110 റുപ്യക്കാണ് ക്ലബ് സാൻഡ്വിച്ചും ചിക്കൻ്റെ റാപ്പും ബർഗറെല്ലാം വരുന്നത് കേട്ടോ. മയോണൈസ് യൂസ് ചെയ്യുന്നേ ഇല്ല പോലെ ഇവർ. പകരം ചീസിൽ എന്തോ ഒരു സംഭവമാണ്, ക്രീം ചീസിൽ കുറച്ച് സോസിൽ ആഡ് ചെയ്തിട്ടുള്ളൊരു സ്പ്രെഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഷെയ്ക്ക് എൻ്റെ ഒരു ഫേവറേറ്റാണ്. ഇത് ഇവിടുത്തെ ഹോട്ട് ഡോഗ് റാപ്പാണ്. ടോട്ടിലയിലാണ് റാപ്പ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇവർ ഫ്രൈ ചെയ്യാൻ എണ്ണ യൂസ് ചെയ്യുന്നേ ഇല്ല. ബട്ടറിൽ തവ ഫ്രൈ ആണ് എല്ലാ ഐറ്റംസും. ഇതിവിടെ കിട്ടുന്ന ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ ചീസി ചിക്കൻ എഗ് ബർഗറാണ്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്നൊക്കെ ആയിരുന്നു. ഭയങ്കര ടേസ്റ്റ് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഇറ്റ് വാസ് ഗുഡ്. പിന്നെ ടോട്ടലാ റാപ്പ് കഴിച്ച്. കുറേ സോസൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ മടുപ്പിക്കുന്നുണ്ടായിട്ടില്ല. കുറച്ചൊരു ലൈറ്റ് ഫീലാണ് തോന്നിയത് അത് കഴിക്കുമ്പോൾ. എന്നിട്ട് പിന്നെ ഇത് 2 ഗ്ലാസ് മാറി മാറി കുടിച്ചു. ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഷെയ്ക്ക് പോലെ തോന്നുമെങ്കിലും ഇത് ആക്ച്വലി ഷെയ്ക്ക് അല്ല. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള റൂബ് എന്ന് പറഞ്ഞ ഐറ്റം. പിന്നെ ഞാൻ ഇവിടുന്ന് കുടിച്ചത് ഇതാണ്. പക്ഷേ ഇതും ഷെയ്ക്ക് അല്ല കേട്ടോ. ഇതിൻ്റെ പേരാണ് ഫ്രോസ്റ്റഡ് കോഫി. അപ്പോൾ ഈ സ്പോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള റീഫ്രഷ് എന്ന് പറഞ്ഞ ഈ ഷോപ്പാണ്. അവസാനം ഞാൻ ഇവിടുന്ന് ഒരു വിത്തൗട്ട് ഷേക്ക് കുടിച്ചിനെ അവോക്കാഡോ ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഐറ്റം. പൊളിയേനും കേട്ടോ. അധികം മധുരം കഴിക്കാത്ത ഞാൻ ചിലപ്പം കുറേ മധുരമുള്ള ഐറ്റംസ് മാറി മാറി കഴിച്ചുകൊണ്ടായിരിക്കണോ ആകെ മൊത്തത്തിലൊരു മടുപ്പും ഒരു മടുക്കലം ഫീൽ ചെയ്യുന്നു. എന്തെങ്കിലും എരിവുള്ള ലൈറ്റായിട്ടുള്ള ഒരു ഐറ്റം കഴിക്കാണ്ട് ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ ഞാനൊരു സ്പോട്ടിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക്. അവിടെ കയറിയിട്ട് അവിടുന്ന് ലൈറ്റായിട്ടൊരു ഹാഫ് ചിക്കൻ ഷവായി ഓർഡർ ചെയ്ത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ആ അറബിക് റൈസും. ഇത് ശരിക്കും മസാല ഷവായിയാണ്. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ വന്ന മസാല അധികം കൂട്ടിയിട്ടില്ല. എല്ലാം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചിക്കൻ ഷവായ. ഫ്ലേവർ ശരിക്കും ചിക്കൻ്റെ അങ്ങ് ഉള്ളിലും എല്ലാം എത്തിന്. പിന്നെ കുറച്ച് ആ അറബിക് റൈസ് എൻ്റെ പ്ലേറ്റിലേക്ക് തട്ടിയിട്ട്
ചിക്കൻ ഷവായി ഇങ്ങനെ എടുത്ത് ആ റൈസിൻ്റെ കൂടെ വെച്ച് ഒന്ന് കുഴച്ച് നമ്മൾ സ്ഥിരം കഴിക്കാറുള്ള ആ ഒരു രീതിയില്ലേ അതുപോലെ തന്നെ വാരി എടുത്തിട്ട് കഴിച്ച്. നമ്മൾ ഉച്ചക്കൊരു മന്തി റൈസ് കഴിച്ചിട്ടില്ലേ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഫ്ലേവർ, പക്ഷേ നല്ല രസമുള്ള വേറെ ഒരു ടൈപ്പ് ഫ്ലേവർ എന്ന് പറയാം. ചിക്കൻ്റെ ഫ്ലേവറാണ് കേട്ടോ പ്രധാന ഹൈലൈറ്റ്. ഭയങ്കര ജ്യൂസിയാണ് പീസ്. ആ ജ്യൂസി ആണെങ്കിലും ചിക്കൻ്റെ ആ ഒരു പാടേൻ്റെ ചുവയൊന്നുമില്ല. ആ മസാലേൻ്റെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ ചിക്കൻ്റെ ഉള്ളിലല്ലോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ പെരളശ്ശേരി വില്ലേജ് ഓഫീസിൻ്റെ നേരെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്പൈസി റെസ്റ്റോറൻ്റ് ആണ്. പിന്നെന്നാ അപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ശരിയേ.